എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് മുടിയുടെ ആരോഗ്യം എന്നുള്ളത്. എനിക്കും മുടി ഒരുപാടുണ്ടായിരുന്നു. കല്യാണത്തിന് മുന്നേ, കല്യാണത്തിന് ശേഷം മകൾ പ്രസവിക്കുന്നതിൻ്റെ ആ ടൈം വരെ നല്ല മുടിയുണ്ടായിരുന്നു. പിന്നീട് എനിക്ക് ഫൈബ്രോയിഡിൻ്റെ ഇത് വന്നപ്പോൾ ഒരുപാട് മെഡിസിൻസ് എല്ലാം കഴിക്കാൻ തുടങ്ങി. ടെൻഷനാണോ എന്താണെന്ന് അറിയില്ല. എൻ്റെ മുടി നന്നായിട്ട് പോവാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും പറയും, ഒരുപാട് മുടിയുള്ളതല്ലേ, നിൻ്റെ മുടി എന്താ ഇങ്ങനെ പോയെന്ന്. അതൊക്കെ ഇങ്ങനെ ആരെ കാണിക്കണം, ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഇതുകൊണ്ട് ഹസ്ബൻഡിൻ്റെ ചിലവിൽ ജീവിക്കുമ്പോൾ നമുക്ക് അത് കാണിക്കാൻ അവർ പറയുന്നുണ്ട് പോയി കാണിച്ചോന്ന്. പക്ഷെ ഞാൻ വിചാരിക്കും മതി, എന്തിനാ കാണിച്ചിട്ട് മരുന്ന് കുടിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ഒട്ടും മുടിയില്ലാതായി. എനിക്ക് പിടിച്ച് കെട്ടാൻ പോലും മുടിയില്ലാണ്ടായി. എനിക്ക് തന്നെ സങ്കടമായി. കാരണം ഒരുപാട് മുടിയുള്ള ഞാൻ ആ മുടി മുഴുവൻ പോയല്ലോ എന്നുള്ളത്. അതുപോലെ തന്നെ ഫൈബ്രോയിഡിൻ്റെ ട്രീറ്റ്മെൻറ്റിന് പോകുന്നതുകൊണ്ട് പിന്നെ അതിലായി ടെൻഷൻ. ഞാൻ വെച്ചാൽ മുടി വലിയ ഇമ്പോർട്ടൻസ് അല്ലല്ലോ, അതിലും വലുതല്ലേ ഈ ഫൈബ്രോയിഡിൻ്റെ കാര്യങ്ങൾ ഒക്കെ മാറട്ടെ എന്ന് ചോദിച്ചിട്ട് പിന്നെ ഞാനത് ശ്രദ്ധിക്കാണ്ടായി. അങ്ങനെ മുടി എനിക്ക് മടഞ്ഞിടാൻ പോലും ഇല്ലാത്ത അവസ്ഥയിലായി. എന്ത് ചെയ്യേണ്ടതെന്ന് അറിയില്ല. കുറച്ച് കാച്ചി എണ്ണയൊക്കെ തേച്ചുവെങ്കിലും പിന്നീട് എനിക്കതത്ര ഇഷ്ടം തോന്നില്ല. ഞാൻ സ്വതവേ പച്ച വെളിച്ചെണ്ണ മാത്രമായിരുന്നു തേക്കുന്നത്. കുറച്ച് നാൾ മാത്രമേ കാച്ചിയ വെളിച്ചെണ്ണ ഉപയോഗിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്കത്ര ഇഷ്ടവും തോന്നിയിട്ടില്ല അതിനെ. പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. പിന്നെ ഹസ്ബൻഡ്, നമുക്കൊരു വരുമാനം ഉണ്ടെങ്കിലല്ലേ നമുക്കത് പോയി കാണിച്ച് ഇതാക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഹസ്ബൻഡിന് ഒരുപാട് ചിലവുകളും അതും ഇതും ഉണ്ടാകുമ്പം എനിക്ക് ആ ഒരു സങ്കടമായിരുന്നു എൻ്റെ മനസ്സിൽ. പിന്നെയും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ എന്നുള്ളൊരു അതുകൊണ്ട് കാണിച്ചിട്ടോ ഒന്നും, ഡോക്ടറെ കാണിച്ചിട്ടോ ഒന്നുമില്ല. പക്ഷേ അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് വന്നപ്പം ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒന്നും ചെയ്യാണ്ട് തന്നെ മുടി നന്നായിട്ട് വന്നു. ഞാൻ വിചാരിച്ചു ഇതെന്തൊരു അത്ഭുതമാണ്. കാരണം നമ്മൾ വിശന്ന് ആഹരിക്കാൻ തുടങ്ങി, കൃത്യമായിട്ട് ഉറക്കം കൊടുത്തു, ആ സ്ട്രെസ്സ് പോയി, വെള്ളം ദാഹിക്കുമ്പോൾ മാത്രം കുടിച്ചു, നന്നായിട്ട് വിശ്രമിച്ചു തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഓട്ടോമാറ്റിക്കലി മുടി നന്നായിട്ട് വളർന്നു. അപ്പം ഞാൻ കണ്ടതെന്ന് വെച്ചാൽ സാധാരണ വെളിച്ചെണ്ണ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും കെമിക്കൽസ് ഒന്നും ഇടാത്ത വെളിച്ചെണ്ണ, അല്ല കെമിക്കൽസ് ഒന്നും ചേർക്കാത്ത സാധനം, നാച്ചുറലായിട്ടുള്ള സാധനമൊക്കെ തലയിൽ പുരട്ടുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. കെമിക്കൽസ് എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ കൊണ്ട് തന്നെ തേച്ച് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു മുടി വളരുന്ന എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. കാരണം ഇപ്പം നല്ല മുടി വന്നു, സാധാരണ പോലെ തന്നെയായി. അതെനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. കാരണം നമ്മളെപ്പോഴും പറയാം ഹെയറിന് വേണ്ടിയിട്ട് ഇന്ന സാധനം കഴിക്കണം, നെല്ലിക്ക കഴിക്കണം, എള്ള് കഴിക്കണം, അങ്ങനത്തെ ഒരു കാര്യവും ചെയ്യുന്നില്ല. വിശന്ന് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടുന്ന ഹെയർ നന്നായിട്ട് വളരാൻ തുടങ്ങി. അതിൻ്റെ പേരിൽ ഞാനൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് ഞാൻ ആദ്യം ഉലുവയെല്ലാം തേച്ചിട്ട് നോക്കിയിരുന്നു. പക്ഷേങ്കിൽ എനിക്ക് ആ ഒരു അതിൻ്റെ മണം സ്മെല്ല് പിടിക്കായിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു മതി, ഒരു തലവേദന പോലെ തോന്നും എനിക്ക്. ഞാൻ അരച്ച് ഇതാക്കിയാലോ അതിന് ശേഷം എനിക്ക് നന്നായിട്ട് മുടി വന്നു. എനിക്ക് തന്നെ അത്ഭുതമാണ്, ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ആകെ ഇത്രയും അങ്ങനെ മുടിയുള്ളൂ, ഉള്ളെല്ലാം കാണുന്ന ഒരു മുടിയായിരുന്നു. അത്രയും പാട് മുടി വന്നു. അത് എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ഇത്രയും വിശന്ന് 4G പാലിക്കുന്നതിനോട് കൂടി തന്നെ ആ മുടിയൊക്കെ വന്നു. നമ്മൾ വിചാരിക്കും ഒരുപാട് പ്രോട്ടീൻസ്, വിറ്റാമിൻസ് മുടിക്കെല്ലാം ഉണ്ടെങ്കിൽ മുടി വളരുന്നു. ഒരിക്കലും ഇല്ല. ശരിക്കും നമ്മൾ ആ സമാധാനത്തിൽ സന്തോഷത്തോടും ആ 4G കൃത്യമായിട്ട് പാലിച്ച് ഉറങ്ങി 9 മണിക്ക് തന്നെ ഞാൻ സ്ട്രിക്റ്റായിട്ട് ഉറങ്ങും. അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നതും, ദാഹിച്ചാൽ മാത്രം, വിശക്കുമ്പോൾ മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ. അതെനക്കൊന്ന് ഒരു നേരം ഞാൻ ചോറ് തിന്നില്ല. രാവിലത്തെ ഞാൻ ഫ്രൂട്ട്സ് തന്നെയാണ് കഴിക്കൽ. വേണമെങ്കിൽ വൈകുന്നേരം കഴിച്ചാൽ കഴിച്ചു, ഇല്ലെങ്കിൽ വേണ്ട, വിശന്നിട്ടില്ലേ വേണ്ട എന്നുള്ളത്. അങ്ങനെ ഇതാക്കിയപ്പോൾ മുടി വളർന്നു എന്ന് പറയുമ്പം ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മുടി കൊഴിച്ചൽ മൂലം ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു അക്യുപഞ്ചറിസ്റ്റിനെ കാണിച്ച് ആ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്ത് നോക്ക്. നിങ്ങളുടെ മുടിയുടെ പ്രോബ്ലം മാറുന്നത് കാണാം. ഓക്കെ, താങ്ക് യു.